ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. മലക്കുകൾ വരുന്നത് നാം കാണും, ചലിക്കുവാനാവാതെ നാം കിടക്കും. ചിരിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നാം ജയിക്കും, നാം ജയിക്കും. മരിക്കുന്ന നേരത്തെ നമ്മളറിയും, ഇതാ അസ്രായേൽ അലൈഹിസ്സലാം ഇങ്ങനെ വരുന്നത്, നമ്മളെ റഹ്മത്തിന്റെ മലക്കൾ കൊണ്ടുപോകാൻ നമുക്ക് അങ്ങനത്തെ ഭാഗ്യം അല്ലാഹു തആല തരട്ടെ. അസ്രായേൽ ഇസ്ലാമിനെ നമ്മൾ കാണുകയാണ്. നമ്മളെ പുരയിലുള്ള പൂച്ച മുതൽ കോഴി മുതൽ ആട് മുതൽ പോത്ത് മുതൽ എല്ലാ സാധനം കാണും. നമ്മളെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യന്മാരാരും കാണൂല. നേരെ വന്ന് റൂഹിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ മരണത്തിന് എല്ലാവർക്കും വേദന ഉണ്ടാകും. പഠിച്ചോനെ അല്ലാഹു തആല എല്ലാം റാഹത്താക്കി തരട്ടെ, ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്, നമ്മൾ മരിക്കുമെന്ന്, ഓള് മരിക്കും, ഓ മരിക്കും, മൂപ്പര് മരിക്കും, അതല്ല ഞാൻ മരിക്കും എന്ന് ഓരോരുത്തർ ചിന്തിച്ചു നോക്കി. അതിനൊക്കെ ഉസ്താദേ സമയത്തുണ്ട്. ഞാനൊരു യുവ കോമളൻ. മുന്നറിയിപ്പ് ചെറിയ തോതിൽ അല്ലാഹു തആല തന്നുകൊണ്ടിരിക്കും. ആ തരുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം എന്ന് മാത്രം. സൗദിയില് റിയാദിൽ നിന്ന് ദമാമിലേക്ക് അടിച്ചു പൊളിക്കാൻ പോകുന്ന ചെക്കന്മാര്, അറബി കുട്ടികൾ. ഏത് തരിപ്പേ വള്ളടിച്ചിട്ടേ കണ്ണ് കാണാതെ കള്ളുടിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളി. പരസ്യമായിട്ടില്ലെങ്കിലും സ്വകാര്യമായിട്ട് നടക്കണവരുണ്ടാകും. അത് നിർത്തേണ്ട മാസം കൂടിയാണിത്. പ്രിയപ്പെട്ടവരെ, റജബ്, ശഅബാൻ, റമദാൻ ഈ 3 മാസം ആണുങ്ങളും പെണ്ണുങ്ങളും കേട്ടോളി, സ്വകാര്യമായിട്ട് തെറ്റ് ചെയ്തിട്ട് ഇതുവരെ പൊട്ടാതെ നടക്കുന്നുണ്ടെങ്കിൽ റജബ്, ശഅബാൻ, റമദാൻ ഈ 3 മാസത്തിൽ പെട്ടെന്ന് പിടിക്കപ്പെടും. പത്രത്തിലെടുത്ത് നോക്കണ്ടി. കൊല്ലങ്ങളായി വ്യഭിചാരം തുടങ്ങിയിട്ട് ഇപ്പോഴാണ് പിടിച്ചത്. കൊല്ലങ്ങളായി കള്ളുടിക്കൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് കൊളായത്. കൊല്ലങ്ങളായി പലിശക്ക് പൈസ കൊടുക്കൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അറിയും, കുടുങ്ങും. കട്ടെടുക്കണ കുറെ കാലായി, ഇപ്പോഴാണ് കളവ് പിടിക്കപ്പെട്ടത്. ഈ 3 മാസം ശ്രദ്ധിച്ചോണ്ടി. വ്യഭിചരിക്കുന്നവരുണ്ടെങ്കിൽ, കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ, പലിശക്ക് വാങ്ങുന്നവർ കൊടുക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കള്ളന്മാരുണ്ടെങ്കിൽ നിർത്താൻ സമയമായിട്ടുണ്ട്. ഈ 3 മാസം പെട്ടെന്ന് പിടിക്കപ്പെടും. അല്ല ഉസ്താദേ, ഈ 3 മാസം നമ്മൾ നിർത്തിച്ചിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ആക്കിയാലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കക്കുന്ന നേരത്തെ ഈമ ഉണ്ടാകൂല, വ്യഭിചരിക്കുന്ന നേരത്തെ ഈമ ഉണ്ടാകൂല. അപ്പൊ മരിച്ചു പോയാലോ? അപ്പൊ മരിച്ച എന്താ കേട്ടാ? അങ്ങനെയുണ്ട് മരിക്കും. ഞാൻ ചേലാമ്പ്ര ഓതിയിരുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാരനാ, ഓനെല്ലാരും കൂടി സിനിമക്ക് ഉണ്ടാകാൻ തീരുമാനിച്ചു. നോക്കി, ഇപ്പൊ ഫോണിൽ ഇങ്ങനെ സിനിമ കിട്ടും. ഇങ്ങനെ നെക്കിയാല് ബുർദ നടിച്ചതായിരുന്നു, ബുർദ BU നടിച്ച് അതിൻ്റെ ഇടയിൽ എല്ല് കയറി വന്ന് സ്വീപ്പായി. ബുർദ എന്ന് പറഞ്ഞ അടിക്കതാ, BU എന്നടിച്ച് റാഹത്തിൽ കാണാൻ പോകുമ്പോഴാണ് എൽ നടിഞ്ഞു പോയത്, കൈ തട്ടിപ്പോയതാ. അപ്പൊ പിന്നെ നോക്കെന്താന്നറിയങ്ങള്, ജനലടച്ചിക്കണോ വാതിലടച്ചിക്കണോ ആരെങ്കിൽ കാണുന്നുണ്ടോ? പൊന്നാര മോമിനിങ്ങളെ അള്ള കാണുന്നുണ്ട് കേട്ടോ. അള്ള കാണാതെ ഒന്നും നടക്കൂല. എന്നെ കൂട്ടുകാരനെ സിനിമക്കുണ്ടാകാൻ തീരുമാനിച്ചു. സിനിമക്കുണ്ടാകാൻ വില പറഞ്ഞ് ടിക്കറ്റ് നമ്മൾ എടുത്തോളാം. ഞാൻ ഇല്ലടാ അറിഞ്ഞു. ഇജു വാടോ പ്ലീസ് വാടാ. കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാമനാട്ടുകര ഒരു ഓലന്റെ തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ എത്തിയപ്പോ നല്ല രസമായി. ടിക്കറ്റൊക്കെ കൂട്ടുകാരെടുത്ത് ഉള്ളിൽ കയറിയിട്ട് സിനിമ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു സൗണ്ട് വരും അല്ലേ? തിയേറ്ററിൽ പോയി കണ്ടവർക്ക് അറിയാം, അല്ലല്ല മൊബൈലിൽ കാണുന്നവർക്കും അറിയാം. തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? ആദ്യം ഇങ്ങനെ അതൊക്കെ കണ്ട് വരും. ഇതൊക്കെ കൂടി കണ്ട് സൗണ്ടും കണ്ട് വന്നപ്പോ ഇവൻ ചെങ്ങായിനോട് ചോദിച്ചല്ല, ചെങ്ങായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മരിച്ച ഈമാൻ കിട്ടും. ഈ ചോദ്യമാണ് കള്ളുടിക്കണവൻ, വ്യഭിചരിക്കണവൻ, പലിശക്ക് കൊടുക്കണവന്, വാങ്ങണവന്, ആരും അറിയാതെ വേറെ ആളെ കൊണ്ട് കൊടുപ്പിക്കണവന്. വേങ്ങര കോയപ്പാപ്പന്റെ അടുത്തേക്ക് ഞാൻ അറിയുന്ന വലിയൊരു മൊയ്ലിയാരി ചെല്ലുമ്പോ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ കോയപ്പാപ്പക്ക് സലാം പറഞ്ഞപ്പോ പോടാ എന്ന് പറഞ്ഞൊരു ചീത്ത വാക്കും പറഞ്ഞു. 2ാം പ്രാവശ്യം സലാം പറഞ്ഞു, 3ാം പ്രാവശ്യം സലാം പറഞ്ഞു, ആട്ടിയോനെ. എന്നിട്ട് ഈ ഉസ്താദിനോട് ചോദിച്ചു, എന്താങ്ങള് റാഹത്തല്ലേ? ഞാൻ പോട്ടെ ഉസ്താദെ, ആയിട്ടില്ല, അവിടെ ഇരിക്കാൻ. വൈകുന്നേരം ചെന്നു. അന്ന് വൈകുന്നേരം കഴിഞ്ഞു, രാത്രിയായി. പിറ്റേന്ന് നേരം പുലർന്നു. നേരം പുലർന്നിട്ട് ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോ ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം നിങ്ങൾക്കറിയോ?
ഈ ഉസ്താദ് ഒരു 3000 അല്ലെങ്കിൽ 5000 രൂപ, എനിക്ക് കറക്റ്റ് പറയാൻ ഓർമ്മയില്ല, 3 അല്ല 5, 5000 രൂപ അല്ലെങ്കിൽ 3000 രൂപ ഇയാളടുത്ത് നിന്ന് പൈസ കടം വാങ്ങിയപ്പോ ഇയാള് പറഞ്ഞു, ഇത് എന്റെ പൈസ അല്ല, ഇത് വേറൊരാളെ പൈസയാണ്, അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോ കുറച്ച് പലിശ കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് ഹദിയ ലാഭം എന്നൊക്കെ പറഞ്ഞ് പലിശ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു ഞാൻ തരാന്ന്, കുടുങ്ങിയിട്ടാണ്. എന്ത് കൊടുക്ക്? അങ്ങനത്തെ ഒരു കൊടുക്ക് ദുനിയാവിലില്ല. ഏതായാലും ഇവിടെ പെട്ടുപോയതാണ്. അങ്ങനെ ഈ മൊയിലാര് കോയപ്പാപ്പിന്റെ അടുത്ത് പോകാന്നപ്പോ ഇയാള് പറഞ്ഞു ഞാനും ഉണ്ട്. അങ്ങനെയാണ് കോയപ്പാപ്പന്റെ അടുത്ത്. അങ്ങനെ കോയപ്പാപ്പന്റെ നാട്ടി പിറ്റേന്ന് നേരം പുലർന്ന് പരപ്പനങ്ങാടിയിലുള്ളൊരു കൂട്ടുകാരൻ കോയപ്പാപ്പന്റെ അടുത്ത് വന്നപ്പോ എനിക്കിങ്ങനെ ഒരു കടണ്ട്, അതിന് നിങ്ങൾ പൈസ തരും എന്ന് പറഞ്ഞ് മൂപ്പര് പറഞ്ഞു ഞാൻ തരാം പൈസ. ആ പൈസ തരാൻ നേരത്തെ കോയപ്പാപ്പ പറഞ്ഞു നിനക്ക് പോകാം, ഇനി മേല് കൈ കേടെടുത്ത് ഇങ്ങോട്ട് വരരുത് എന്നറിയും. പിന്നെ ആ മൂല്യാർ പറയാണ് ജീവിതത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. സംഭവം എന്നാ കൊടുക്കാനുള്ളവനിങ്ങനെ ചോദിച്ചപ്പോഴേ ഇനിയിപ്പോൾ പലിശക്കാണെങ്കിൽ പലിശക്ക് എന്ന് ചിന്തിച്ചു പോവുക. അങ്ങനെ തന്നെയാണ് ഈ സദസ്സിലുള്ള പല ആൾക്കാരും ലോൺ എടുത്തുപോയത്, പല ആൾക്കാരും പലിശക്ക് വാങ്ങിയതും അങ്ങനെ തന്നെയാണ്. ആണ് അതുകൊണ്ട് കഴിച്ചിലാകുന്ന ആരും വിചാരിക്കണ്ട. ലോൺ എടുത്ത പെണ്ണുങ്ങൾ ഉണ്ടാകും, അല്ല സോറി പണയം വെച്ച പെണ്ണുങ്ങൾ. പണ്ടങ്ങനെ പണയം വെച്ചോലേ കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തും ഇവിടെ കൂടി സകല പെണ്ണുങ്ങളും കൊടുക്കട്ടെ. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മൂത്തച്ഛനാണ് പണ്ടം പണയം വെച്ച ആള്, ഇളച്ചനാണ്, ബാപ്പയാണ്, മൂത്താപ്പയാണ്, അമ്മോശനാണ്, ആരായാലും പണയം വെച്ച ആള് മയ്യത്ത് ഇങ്ങനെ ഒരു കാല് മയ്യത്തിന്റെ ഒരു ഭാഗം പിടിച്ചിട്ടുണ്ട്. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇയാള് ചിന്തിക്കാണ് ഈ പെണ്ണിന്റെ വളഞ്ഞെടുക്കണ്ട, ബാങ്കിൽ തന്നെ നിന്നോട്ടെ, ഞാൻ രക്ഷപ്പെട്ട്. സഹോദരി നിനക്ക് കബറിൽ കിടക്കേണ്ടയോ? ഉസ്താദേ ഇനി എന്താ ചെയ്യണത്? ഞാൻ അങ്ങനെ കൊടുത്തുപോയി. സ്നേഹം കൊണ്ടാണോ നിങ്ങൾ കൊടുത്തത്? വിൽക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. നിന്റെ ഭർത്താവിനെ നീ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പണയം വെക്കാൻ ചെയിൻ അങ്ങോട്ട് കൊടുക്കുമ്പോ ഭർത്താവേ നിങ്ങൾ അങ്ങനെ സൂയിക്കണ്ട, നിങ്ങൾ കബറിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് സൂയിപ്പുണ്ടാകണം, നരകത്ത് കിടന്നോണ്ടി, ഇതാ പണയം വെച്ചാളി. അപ്പൊ മൂപ്പര് മോളെ ഇജ് അങ്ങനെ കബറിൽ സൂയിക്കണ്ട, അനക്കും വേണം ഇടങ്ങേറി, ഞാൻ കൊണ്ടുപോയി പണയം വെച്ചോളാം. നമ്മൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയൂലേ, നമ്മള് മുസ്ലിങ്ങളല്ലേ, പണയം വെക്കാൻ പറ്റൂലെന്ന് നമുക്കറിയൂലേ. ഉസ്താദെ കുടുങ്ങിയ എന്താ ചെയ്യാ? വിൽക്കണമെന്ന്. അല്ല ഉസ്താദെ പിന്നെ വാങ്ങാൻ കിട്ടൂല, വാങ്ങണ്ട. അല്ലേ ലോൺ എടുത്തത് അല്ല പണയം വെച്ചത് എടുക്കുമല്ലോ, നീ എടുത്താൽ തന്നെ കുറ്റം പേരണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ ചെയിനേറ്റ് ഇങ്ങനെ പോകുമ്പോ ഒരു 2 പോലീസുകാരൊക്കെ ഉണ്ട്, നമ്മളെ നല്ല വാളെടുത്തിട്ട് ഇതിൽ കൂടെ അങ്ങനെ വെട്ടി കൈയ്യണ്ട് മുറിക്കുന്നുണ്ടിക്കാണ്, നമ്മളിത് ചെയ്യൂല. അപ്പൊ നരകത്തിന്റെ ശിക്ഷ അതിനേക്കാളൊക്കെ നോർമലായിട്ട് ഞങ്ങൾ ഇത് വളരെ സിമ്പിളായിട്ട് കാണുന്നത്, ഒരു പ്രശ്നമില്ല. അല്ല ഉസ്താദ് ഇനിയിപ്പോ എന്താ കാട്ടണേ? ബേജാറായി. ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ച് വീട്ടിൽ രാവിലെ എന്നോട് മൊയിലിയാര് പറയാണ്, ഉസ്താദ് ഒരാൾ ആകെ ബേജാറായി, രാത്രി ഉറക്കന്നില്ല, എന്നിട്ട് സുബഹിക്ക് പള്ളിയിൽ വന്നിടുന്നു പറഞ്ഞു. ഒരു സമാധാനം. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ കബറിൽ നിങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ കബറിൽ ഞാനും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്നായിട്ട് ആവുമെന്ന് ആവും അറിയില്ല, AC വെച്ച് മാന്തിയിട്ട് ഒന്നായിട്ട് കൂട്ടത്തിലിടുമെന്ന് അള്ള കാക്കട്ടെ. അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്യപ്പ ചില ആൾക്കാർ ഇങ്ങനെ പറയാണ്, മനസ്സിൽ വിചാരിക്കാണ്, ഞാൻ ഒരു പണ്ടും പണം വെച്ചില്ല, പിന്നെന്താ എന്റെ പേരന്റെ ആധാരം ഉണ്ട്, അതിന് പേരന്റെ മയ്യത്ത് കൊണ്ടുപോകണമായിരിക്കും, കൊണ്ടുപോകില്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കൂല. അങ്ങനെ രക്ഷപ്പെടണ്ട. ഈ ലോൺ എടുത്തതും പണയം വെച്ചതും ഒക്കെ ഒരേ കണക്കാണ്, ഹറാമാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് പിന്നെ പെരയിൽ പാർക്കുമ്പോൾ സുഖമുള്ളത്. ഉമ്മമാരെ നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക്. അന്ന് നിങ്ങളെ വീട്ടിൽ പണ്ടം പണയം വെച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ ലോൺ എടുത്ത അന്ന് മുതൽ, എന്തിനാ ലോൺ എടുത്തത്? ഗ്രാനൈറ്റ് ഇടാനാ? അയൽവാസി വന്നിട്ട് നിർബന്ധിക്കാൻ, എന്താ ഇങ്ങനെ മണ്ണ്, ഇതിങ്ങനെ സിമെന്റ് കലക്കി പറഞ്ഞിട്ട് എന്താ, ഒന്ന് ഗ്രാനൈറ്റ് ഇട്ടൂടെ, മാർബിൾ ഇട്ടൂടെ? ഞാൻ എടുത്ത ലോണ് ആ നമുക്ക് അടച്ചു തരില്ല, നമ്മൾ തന്നെ അടയ്ക്കണം. 2 അളവ് തെറ്റിയാൽ ഇവൻ വന്നിട്ട് പറയാം അടച്ചില്ലേ പ്രശ്നമാണ്. അങ്ങനെ പെര വിൽക്കാണ്. എന്തിനാ ഈ പൈസ ഇല്ലാതെ സുയിപ്പ് ഉണ്ടാക്കണത്? അള്ളാഹു താല നല്ല മനസ്സ് തരട്ടെ. അങ്ങനെ കുടുങ്ങിയ ആൾക്കാരുണ്ടാകും. എന്നാ ഞാൻ പറയുന്നു, ബേജാറാകണ്ട. വന്യരായ താജുൽ ഉലമ അവിടുന്ന് കടലോലോട് സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സ്വലാത്ത് 360 വട്ടം ചെല്ല. തോന കടണ്ടെങ്കിൽ, കുറച്ചുള്ളെങ്കിൽ 33 ചെല്ല കടം വിടും.
അത് ലോണായാലും വേണ്ടില്ല, പലിശ ആയാലും വേണ്ടില്ല, എന്തടങ്ങാറായാലും വേണ്ടില്ല. പക്ഷേ ലോൺ എടുത്തത് അല്ലെങ്കിൽ പണയം വെച്ചത് അതിങ്ങോട്ട് വാങ്ങിയിട്ട് പിന്നെ വേറെ മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ രക്ഷപ്പെടൂല. ഇത് സ്റ്റോപ്പ് ആക്കാണ് എന്നാ രക്ഷപ്പെടും. അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. അപ്പോ അങ്ങനെ ചെല്ലിയാൽ ഉസ്താദ് എൻ്റെ പുതിയാപ്പിളക്ക് പണി ഉണ്ടാകുക ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇപ്പൊ കഴിച്ചിലാകലേ. പന്മുളസ്താദ് എന്നാള് പറയാണ്, ഈ സ്വലാത്ത് ഒരാൾ ചെല്ലിയോലെ ഗൾഫിലാണ്, കടം കൊണ്ട് കുടുങ്ങിയിട്ട് ചെല്ലാണ്ട് കൂട്ടി. അപ്പൊ റൂമിന്റെ ഷട്ടറിന്റെ താഴെ ഒരു കെട്ട് പൈസ ഉണ്ടെന്ന് ആരോ അതെടുത്ത് റൂമിലേക്ക് മാറ്റി വെച്ചു. എടുക്കാൻ പറ്റില്ലല്ലോ, ആരോ പൈസ അല്ലേ, ആരോ കൊണ്ടോണ്ടാന്ന് വെച്ചു ഉള്ളിലേക്ക് വെച്ച്. കുറച്ച് കഴിഞ്ഞ അറബി വന്നിട്ട് പറഞ്ഞു, ആ പൈസ എന്റെ പൈസയാണ്, നിങ്ങൾക്ക് തന്നതാണ്, എന്റെ വകയാണ്. എണ്ണി നോക്കുമ്പോ കൊടുക്കാനുള്ള കറക്റ്റ് പൈസ. ഈ അങ്ങനെ അല്ല തരുന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് സലാത്തല്ല ഉണ്ടാ, സലാത്ത് അങ്ങനെ ചൊല്ലിക്കൊടുത്താൽ മതി. അപ്പൊ അല്ലാഹു തആല ചിലപ്പോ നിങ്ങൾ വിചാരിക്കാതെ, നാളെ ഖലീൽ തങ്ങൾ ഇപ്പൊ പറഞ്ഞ മാതിരി എടമപ്പാറയിൽ ഒരു സ്ഥലം വെക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നൊലോളിച്ച് ദുആർന്നിട്ട് ഒന്നും ചെലവാകാതെ ലാസ്റ്റ് ബസ് സ്റ്റാൻഡ് അവിടെ ആയാലും അപ്പൊ ബുക്കുണ്ട് ചോദിച്ചപ്പോ ബുക്കില്ല. അതെന്താ, പിന്നെ വില കൂടിപ്പോയി എന്ന മാതിരി അല്ലാഹു തആലയാണ് നിയന്ത്രിക്കുന്നത്. ഈ കൈ പൊക്കണമെങ്കിൽ അള്ളാഹ് തീരുമാനിക്കണ്ടേ, ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ കേൾക്കണമെങ്കിൽ അള്ളാഹിന്റെ തീരുമാനം വേണ്ടേ. ബഹറിൽ മുത്തും ചിപ്പിയുമെല്ലാം നിറച്ചവൻ നീ, ബദറും ശംസും വാനിന്നഴകായി കൊടുത്തവൻ നീ, ബശറിൽ ഹിദായത്തിന്റെ കണിക നിറച്ചു നീ, ബസീറാം ഖദീമാം കോനേ റഹീമാണു നീ. ലോകമാകെ പടച്ചവനല്ല, ആലമാകെ പടച്ചവനല്ല, ആകെ ലോകം വാഴ്ത്തിടുമല്ല. അൽഹംദുലില്ലാ ജില്ല, നീയാണല്ലോ എല്ലാം, നിയന്ത്രിക്കും രാജാദി രാജനല്ലാ. അതുകൊണ്ട് നമ്മുടെ മനസ്സറിഞ്ഞ സ്വലാത്ത് ചൊല്ലി അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല തന്ന സുഖം ആലോചിച്ച് ചൊല്ലുക.